അപ്പോൾ നമ്മുടെ കേരള റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് അറിയാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ അത് എങ്ങനെ അറിയും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആൻഡ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളെ മലയാളി കുട്ടികൾക്ക് കേരളത്തിൽ MBBS, BDS, വെറ്റിനറി, ആയുർവേദ, അഗ്രികൾച്ചർ, ഹോമിയോപ്പതി പോലെയുള്ള എല്ലാ കോഴ്സുകളിലേക്കും അഡ്മിഷൻ കിട്ടുന്നത് ഈ കേരള റാങ്ക് ലിസ്റ്റിന്റെ ബേസിസിലാണ്. സോ കേരള റാങ്ക് ലിസ്റ്റിനെ അറിയാനുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ നീറ്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. നീറ്റിന്റെ റിസൾട്ട് ഇനിയും പബ്ലിഷ് ആയിട്ടില്ല. നമ്മളുടെ ഫൈനൽ ഫിസിക്സ് ക്വസ്റ്റ്യനുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് അനുസരിച്ചിട്ട് നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് ഇനിയും പബ്ലിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അവർ ഈ 2-3-4 ദിവസം കൊണ്ട് പബ്ലിഷ് ചെയ്യുമായിരിക്കും. അത് വന്നതിന് ശേഷം നമ്മുടെ CEEയിൽ, നമ്മുടെ കേരളത്തിലുള്ള കമ്മീഷണർ ഓഫ് എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിനകത്തേക്ക് അവർ നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അവരൊരു നോട്ടിഫിക്കേഷൻ വരും. അവിടെ നമ്മുടെ കീമിന്റെ റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും നമ്മൾ കീമിന് കിട്ടിയ മാർക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് ആ സാധനം നമ്മൾ എൻ്റർ ചെയ്യണം. ഓർക്കേണ്ട ഒരു കാര്യം, അത് നിർബന്ധമാണ് എന്നുള്ളതാണ്. അത് എൻ്റർ ചെയ്യാത്ത, അതായത് കീമില് നമ്മളുടെ നീറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാത്ത ആർക്കും കേരള റാങ്ക് ലിസ്റ്റിൽ ഇടം ഉണ്ടാവില്ല. അപ്പൊ അതിന് 2-3 ദിവസം സമയം അവർ തരുന്നുണ്ടാവും. ആ സമയത്ത് നമ്മൾ കയറിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് തെറ്റാതെ അവർ വൃത്തിയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ആ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽ അനുസരിച്ചിട്ട് നീറ്റിന്റെ റാങ്ക് അവർ ഫെച്ച് ചെയ്ത് അതനുസരിച്ചിട്ടായിരിക്കും പുതിയ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം ഓൾ ഇന്ത്യ വൈസ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. അതിനുശേഷം ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ CEE എന്ത് ചെയ്യും, അവരുടെ നോട്ടിഫിക്കേഷൻ അയക്കും. പിന്നെ ഒരു 3-4 ദിവസം കൂടി. അപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരാഴ്ച കൂടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ മാർക്ക് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യാനുണ്ട്. അതിനുശേഷം മാത്രമാണ് കേരള റാങ്ക് ലിസ്റ്റ് വരാനുള്ളതാണ്. ആൻഡ് കേരള റാങ്ക് ലിസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കേരള റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ കൃത്യം കട്ട് ഓഫ് പറയാൻ കഴിയുള്ളൂ. കേരളത്തിൽ എത്ര കുട്ടികൾക്ക് MBBS കിട്ടും അതറിയണമെങ്കിൽ കേരള റാങ്ക് ലിസ്റ്റിന്റെ ഒരു 1000-ന്റെ ഉള്ളിലേക്ക് വരണം. അങ്ങനെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഒരു 900-ന്റെ ഉള്ളിലേക്ക്, OBC ആണെങ്കിൽ 1000-ന്റെ ഉള്ളിലേക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സെൽഫ് ഫിനാൻസിംഗിൽ MBBS കിട്ടണമെങ്കിൽ നമുക്കറിയാം കേരള റാങ്ക് ലിസ്റ്റ് ഒരു 10,000-ന്റെ ഉള്ളിൽ വരണം ജനറലൊക്കെ. ബാക്കി കാറ്റഗറികൾക്ക് ഒരു 12,000-ന്റെ ഉള്ളിലേക്ക് വരണം. അത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും. കേരളത്തിൽ BDS കിട്ടണമെങ്കിൽ ഒരു 4,000-ന്റെ ഉള്ളിൽ കേരള റാങ്ക് ലിസ്റ്റ് വരണം. ഒരു 4,500 വരെയൊക്കെ പോകുമായിരിക്കും ലാസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റിലേക്കൊക്കെ. അതുപോലെ തന്നെ ഓരോ കാറ്റഗറി തിരിച്ചിട്ട്, ഇപ്പോൾ OBCക്ക് എത്ര, മുസ്ലിമിന് എത്ര, ഓൾ ക്രിസ്ത്യൻ എത്ര, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഹിന്ദു എത്ര, SC എത്ര, ST എത്ര, ഇതൊക്കെ മനസ്സിലാണെങ്കിൽ കേരള റാങ്ക് ലിസ്റ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഗ്രികൾച്ചർ കിട്ടാൻ വേണ്ടിയിട്ട് കേരള റാങ്ക് ഒരു 10,000-11,000 വരെ, 10-11,000 വരെയാണ് അഗ്രികൾച്ചർ പോവുക. ഈ വെറ്റിനറി വരുന്നതും ഏകദേശം 4,000-4,500 വരെയാണ് വെറ്റിനറി പോവുക. അപ്പോൾ ഇങ്ങനത്തെയുള്ള എല്ലാ ഡീറ്റെയിലും കുറച്ചും കൂടി ഫൈനർ ആയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യതകൾ അറിയണമെങ്കിൽ കേരള റാങ്ക് ലിസ്റ്റ് വരണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ആ കേരള റാങ്ക് ലിസ്റ്റ് വരാൻ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു 3-4 ദിവസം കൊണ്ട് CE നോട്ടിഫിക്കേഷൻ അയച്ച് ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 ദിവസം. അപ്പോൾ ഒരു ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിലായിരിക്കും കേരള റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ളതാണ്. ആൻഡ് ഈ ഫിസിക്സ് ക്വസ്റ്റിന്റെ മാറ്റം ഉണ്ടായപ്പോൾ കേരള റാങ്ക് ലിസ്റ്റിൽ എന്ത് മാറ്റം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, കേരള റാങ്ക് ലിസ്റ്റിൽ വലിയൊരു മാറ്റം വരില്ല എന്നുള്ളത്. കാരണം കേരളത്തിൽ ഓൾമോസ്റ്റ് കുറേ അധികം കുട്ടികളുടെ മാർക്ക് യൂണിഫോമിലാണ് താഴേക്ക് പോവുക. ഇൻഡിവിജ്വൽ ലെവലിൽ ചെറിയ ചെറിയ വ്യത്യാസം വരുമെങ്കിലും കേരള റാങ്ക് ലിസ്റ്റ് ഇറ്റ് വിൽ ലുക്ക് സിമിലർ, ഏകദേശം സെയിം ആയിട്ട് തന്നെ ആയിരിക്കും കാണുന്നുണ്ടാവുക. ഭയങ്കര ഒരു വ്യത്യാസം കാണുന്നില്ല. കട്ട് ഓഫിൽ മേ ബി 1 മാർക്കിന്റെ അല്ലെങ്കിൽ 1.5 മാർക്കിന്റെ ഒരു വ്യത്യാസം കട്ട് ഓഫിൽ വരാനുള്ള ഒരു പോസിബിലിറ്റി കൂടി കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കണം കേരള റാങ്ക് ലിസ്റ്റ് വരാൻ. ആദ്യം ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ്, CEയിൽ മാർക്ക് ലിങ്കിങ്, ഈ ഒരു പോയിന്റ് നിങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കണം. CEയിൽ മാർക്ക് ലിങ്ക് ചെയ്യാത്ത ആർക്കും കേരള റാങ്ക് ലിസ്റ്റ് ഇടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ കേരളത്തിൽ ഒരു ഗവൺമെന്റ് സീറ്റിലോ സെൽഫ് ഫിനാൻസിങ് സീറ്റിലോ ഇടം ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ് പലപ്പോഴും പല കുട്ടികൾക്ക് സംഭവിച്ചിട്ടുണ്ട്, കേരള റാങ്ക് ലിസ്റ്റിൽ ഇടം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ വന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, അപ്ഡേറ്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വീഡിയോ ആയിട്ട് തന്നെ എത്തുന്നുണ്ടാവും. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അലോട്ട്മെന്റ് നടപടികൾ, ബാക്കി കാര്യങ്ങൾ, റാങ്ക് ലിസ്റ്റ്, അതായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വീഡിയോസ്, വിശദമായിട്ടുള്ള ലൈവ് സെഷൻസ് ഒക്കെ വെക്കുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ടുകൾ, നിങ്ങളുടെ ഒപ്പീനിയൻസ്, കാര്യങ്ങൾ കമന്റ് ബോക്സിലേക്ക് പോന്നോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.